നമസ്കാരം. അറേബ്യ ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംഘർഷങ്ങൾക്കിടയിൽ ഒരു ചെറിയ പെരുന്നാൾ കൂടി കടന്നുപോയിരിക്കുകയാണ്. ഇത്തവണ UAE ഉൾപ്പെടെയുള്ള 3 രാഷ്ട്രങ്ങളിൽ ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നില്ല. മേഖലയ്ക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കുമെന്നും ഒരുമിച്ച് നേരിടുമെന്നും UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഈദ് സന്ദേശത്തിൽ പറഞ്ഞു. ഈദിൻ്റെ വിശേഷങ്ങളാണിനി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആത്മശുദ്ധീകരണത്തിൻ്റെ 30 ദിനരാത്രങ്ങൾ, ജലപാനം പോലുമില്ലാതെ ഉള്ളും പുറവും ഒരുപോലെ സൂക്ഷിച്ച പകലുകൾ, പ്രത്യേക പ്രാർത്ഥനകളുമായി സൃഷ്ടാവിലേക്ക് ചേർന്ന രാത്രികൾ, റഹ്മത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും പത്തുകൾ താണ്ടി ഇസ്ലാം മത വിശ്വാസികൾക്ക് പെരുന്നാൾ അണഞ്ഞു. 30 നോമ്പും നോൽക്കാനായതിൻ്റെ സംതൃപ്തിയോടെയാണ് ഇത്തവണ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ പെരുന്നാളിനൊരുങ്ങിയത്. ഒമാനും മറ്റ് ഗൾഫ് രാജ്യങ്ങളും കേരളത്തോടൊപ്പം തന്നെയാണ് പെരുന്നാൾ ആഘോഷിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇത് അതിജീവനത്തിൻ്റെ പെരുന്നാളാണ്. ഇറാൻ ആക്രമണങ്ങളുടെ പരീക്ഷണം കൂടി നേരിട്ട റമദാൻ നാളുകൾക്ക് ശേഷമാണ് പെരുന്നാൾ ആഘോഷിച്ചത്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ UAE, ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നില്ല. സൗദിയിൽ മഴബാധിത പ്രദേശങ്ങളിലും പുറത്തെ നമസ്കാരം ഒഴിവാക്കി. പള്ളികളിൽ രാവിലെ നമസ്കാരം നടന്നു. ലോകസമാധാനത്തിനുള്ള സന്ദേശമായിരുന്നു കുത്തുബകളുടെ ഉള്ളടക്കം. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിലും ഖുതുബയിലും പങ്കെടുത്തു. സൗദി ഭരണാധികാരികൾ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നമസ്കരിച്ചു. എല്ലാ വെല്ലുവിളികളെയും മറികടക്കുമെന്നും ഐക്യവും വിശ്വാസ്യതയും ഊട്ടിയുറപ്പിക്കുമെന്നും പെരുന്നാൾ സന്ദേശത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ വ്യക്തമാക്കി. ലോകസമാധാനത്തിനും ശാന്തിക്കുമായി പെരുന്നാൾ ദിനത്തിൽ വിവിധ പണ്ഡിതർ ആഹ്വാനം ചെയ്തു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈദുക്കും സഈദ് തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും. ഹൃദയം നിറഞ്ഞ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനം, 30 ദിവസത്തെ നിതാന്തമായ ജാഗ്രത, 30 ദിവസത്തെ നിതാന്തമായ പരിശീലനം. ഈ വലിയ പരിശീലനത്തിനു ശേഷം 31-ാം ദിവസം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ്റെ അപദാനങ്ങൾ വാഴ്ത്തി ലോക മുസ്ലിമീങ്ങൾ ഈദുൽ ഫിത്തർ ആഘോഷത്തിലാണുള്ളത്. കിട്ടിയ പരിശീലനങ്ങളുടെ, കിട്ടിയ ക്വാളിറ്റികളുടെ, ഗുണങ്ങളുടെ കൃത്യമായ പ്രതിഫലനമാണ് ഈ ഒരു ദിവസത്തിൽ മുസ്ലിം ലോകം ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ആത്മീയമായ ഒരു ചേതന ഈ ആഘോഷത്തിനുണ്ട്. പ്രാർത്ഥനയുടെ ഒരു ഗന്ധം ഈ ആഘോഷത്തിനുണ്ട്. ആ പ്രാർത്ഥനയിൽ ലോകത്ത് ഇന്ന് ഉള്ള പ്രത്യേക സാഹചര്യങ്ങൾ പരാമർശിക്കാതെ വയ്യ. യുദ്ധവെറിയില്ലാത്ത ഒരു ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് കെൽപ്പുള്ള രാഷ്ട്ര നേതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ 30 ദിവസം കൊണ്ട് പരിശീലിച്ചത് മനുഷ്യനാവാനാണ്, ചിരിക്കാനാണ്, കൈപിടിക്കാനാണ്, ആലിംഗനം ചെയ്യാനാണ്, സ്നേഹോഷ്മളമായി സംഭാഷണം നടത്താനാണ്, പാവപ്പെട്ടവനെ സഹായിക്കാനാണ്, ഭക്ഷണം നൽകാനാണ്, പട്ടിണി എന്തെന്ന് അറിയാനാണ്, ആ പട്ടിണി നിതാന്തമായി അനുഭവിക്കുന്ന സമൂഹങ്ങൾക്ക് വേണ്ടി നന്മകൾ ചെയ്യാനാണ്. തീർച്ചയായും ഈ ഈദ് ആഘോഷം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ജീവിത പാഠങ്ങളുടെ പ്രതിഫലന ദിനമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കേവർക്കും ഈദാശംസകൾ നേരുന്നതോടൊപ്പം മനുഷ്യത്വവും മാനവികതയും ജീവിതപാഠങ്ങളും ഏറ്റവും വലിയ പ്രമേയമായി നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ഒരു സമയമാണ് എന്നീ അവസരത്തിൽ
നിങ്ങളോട് ആശംസയായി അറിയിച്ച് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. സംഘർഷ സമയമാണെങ്കിലും അതിൻ്റെ ലാഞ്ചനകളൊന്നും പുറമേ കാണാത്ത പെരുന്നാൾ തന്നെയാണ് UAE-യിൽ കടന്നുപോയത്. ഷോപ്പിംഗ് മാളുകളിലൊക്കെ വലിയ തിരക്കാണ് പെരുന്നാൾ തലേന്ന് അനുഭവപ്പെട്ടത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങളുമായി ലുലു രംഗത്തെത്തി. പെരുന്നാൾ ദിനത്തിൽ ഗൾഫ് മേഖലയ്ക്കായി പ്രാർത്ഥിക്കണമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ആഹ്വാനം ചെയ്തു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മനുഷ്യ നന്മയുടെയും സഹനത്തിൻ്റെയും എല്ലാ മതവിഭാഗങ്ങളെ സ്നേഹിക്കുവാനും പാവപ്പെട്ടവരെയും അശരണരെയും ബുദ്ധിമുട്ടുന്നവരെയും സഹായിക്കുവാനും ഉദ്ഘോഷിക്കുന്ന ഒരു പ്രത്യേക സമയമാണ് പരിശുദ്ധ റമദാൻ. ആ റമദാൻ കഴിഞ്ഞ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. ആദ്യമായി എല്ലാവർക്കും ഈദാശംസകൾ. ഞാനടക്കം ഗൾഫിൽ നിന്ന് ജീവിക്കുന്ന സഹോദരന്മാരും സഹോദരികളും വളരെയധികം മാനസികമായി സംഘർഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിരുന്നാലും ഈ രാജ്യത്തിൻ്റെ വിശാല ഹൃദയരായ ഭരണകർത്താക്കൾ, GCCയുടെ ഭരണകർത്താക്കൾ അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെയും രാജ്യത്തിലെ ജനങ്ങളെയും നമ്മളടക്കം ഇവിടെ ജീവിക്കുന്നവരെയും സംരക്ഷിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നു. ലോകത്തെമ്പാടുമുള്ള എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ ഈദാശംസകൾ നേരുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും ഔദാര്യത്തിനും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബാച്ചിലേഴ്സ് റൂമുകളിലെ പെരുന്നാൾ ആഘോഷം എന്നും പ്രത്യേകതകളുള്ളതാണ്. വീട് വിട്ട് മറുനാട്ടിൽ കഴിയുന്നവരുടെ കൂട്ടുകാരൊക്കെയുമായി ചേർന്നുള്ള ആഘോഷം. ഭക്ഷണമുണ്ടാക്കിയും സൊറ പറഞ്ഞും മലയാളികൾ ഈദാഘോഷം ഗംഭീരമാക്കി. നമ്മള് മാധ്യമങ്ങളിൽ കാണുന്ന അത്ര പ്രശ്നങ്ങളൊന്നും നമ്മള് ജീവിതത്തിന് റിയൽ ലൈഫിനെ ബാധിച്ചിട്ടില്ല. ഈവൻ പെരുന്നാളായാലും മറ്റു കാര്യങ്ങളായാലും മുമ്പ് നോമ്പായിരുന്നാലും ഒക്കെ നമ്മൾ സാധാരണ എല്ലാ വർഷവും എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ പോകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ ഡേ ടു ഡേ ലൈഫിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. രാവിലെ എണീച്ചിട്ട് ഉമ്മൻ്റെ ബിരിയാണി കിച്ചണിൽ പോയി ഉമ്മ ബിരിയാണി ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ഉമ്മ പറഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് ഈദിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉമ്മൻ്റെ ആങ്ങളെ വന്ന് നമ്മളെ കൂട്ടിയിട്ട് കുറേ പ്ലേസസിൽ നമ്മൾ പോകും. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഗൾഫ് നാടുകളിൽ പെരുന്നാൾ കടന്നുപോയി. വിശ്വാസികളെ സംബന്ധിച്ച് റമദാൻ പിരിയുന്നത് സങ്കടകരമാണ്. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന പുണ്യമാസത്തിലേക്കുള്ള കാത്തിരിപ്പിൻ്റെ തുടക്കം കൂടിയാണ് അവർക്ക് ഓരോ ചെറിയ പെരുന്നാളും. മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി കേരളം ഒരുങ്ങുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം അടുക്കവേ മത്സരചിത്രം വ്യക്തമായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പ്രവാസികൾക്കും പലതും പറയാനുണ്ട്. വോട്ടവകാശത്തെ പറ്റിയാണ് പ്രധാനമായുമുള്ളത്. അതിനപ്പുറത്തേക്ക് നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാകുമോ എന്ന ആശങ്കയും അവർക്കുണ്ട്. അരങ്ങൊരുങ്ങി നയിക്കാൻ നായകരും വിവിധ ചേരികളിലെ പടയാളികളും തയ്യാർ. ഇനി 2 ആഴ്ചക്കാലം കേരളത്തിൽ അംഗമാണ്. തെരഞ്ഞെടുപ്പ് ഗോതയെ TV-യിൽ കാണാൻ വിധിക്കപ്പെട്ടവരാണ് ഭൂരിഭാഗം പ്രവാസികളും. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവാസി സംഘടനകൾ തെരഞ്ഞെടുപ്പ് തീയതികളിൽ തങ്ങളുടെ അംഗങ്ങളെ നാട്ടിലെത്തിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അതിന് കഴിയുമോ എന്ന ആശങ്കയിലാണിവർ. സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ വിമാനങ്ങളുടെ കുറവാണ് പ്രധാന കാരണം.
തൊഴിലാളികളെ നാട്ടിലേക്ക് വിടാൻ പല സ്ഥാപന ഉടമകളും തയ്യാറാകുന്നില്ല. വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ളവരാണ് പ്രവാസികൾ. എന്നാൽ ഭൂരിഭാഗം പേർക്കും മിക്കപ്പോഴും വോട്ട് ചെയ്യാനാകാറില്ല. രാഷ്ട്രീയ ഭൂപടത്തിൽ വളരെ വ്യക്തമായ വിധത്തിൽ ഇടപെടുന്ന പ്രവാസികൾ അവർക്ക് വോട്ടില്ല എന്ന് പറയുന്നത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവരുടെ വോട്ടിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിച്ചവരൊക്കെയുണ്ട്. പക്ഷേ അത് പ്രാബല്യത്തിൽ വരാത്തത് എന്തുകൊണ്ടാണെന്ന് ഒരു മരീചികയായി കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്നുള്ള അതിന് ഉത്തരം തരാൻ ആർക്കും സാധിക്കുന്നില്ല. ആരൊക്കെയോ ഇടങ്കോലിടുന്നതാണോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രായോഗിക വശമെന്ന് ഞങ്ങൾക്ക് പ്രവാസികൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും നമ്മൾ UAE ഇൻകാസ് ജനറൽ കമ്മിറ്റി തീരുമാനിച്ചിരുന്നത് ഒരു 2 ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യുക എന്നുള്ളതാണ്. 2-3 ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യുമ്പോൾ മാക്സിമം UDF പ്രവർത്തകരോട് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. എങ്കിലും ഞങ്ങളതിൻ്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ ജനറൽ കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ട് ആലോചിച്ച് തീർച്ചയായിട്ടും മാക്സിമം ആൾക്കാർ പങ്കെടുക്കണമെന്നുള്ളതും പ്രവർത്തകരെ മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് വളരെ ഉൾക്കൊള്ളണം. നമ്മൾ നിൽക്കുന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതയും കൂടെ ബാധിക്കണം. പിന്നെ ഏറ്റവും വലുത് എന്നും പ്രവാസികൾ ആഗ്രഹിക്കുന്നത് UDF അധികാരത്തിൽ വരണം തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ നമുക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തുന്നതിനൊക്കെ പരിമിതികളുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോഴും നമ്മൾ കൃത്യമായിട്ടൊരു 100% എയർ ഓപ്പണിംഗ് ആയിട്ടില്ല. ചില പരിമിതമായിട്ടുള്ള ഫ്ലൈറ്റ് സർവീസുകളാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അത് എത്രത്തോളം നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയും എന്ന് നമുക്ക് ആശങ്കയുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ പരമാവധി ആളുകളെ, നമ്മളുടെ വോട്ടർമാരെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ആളുകളെ കേരളത്തിൽ എത്തിക്കുവാനും ആ വോട്ട് നമുക്ക് ഉറപ്പാക്കുവാനുമുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മളുടെ അംഗങ്ങളുമായും നമ്മുടെ അനുഭാവികളുമായും നമ്മൾ ദൈനംദിന ബന്ധം പുലർത്തുന്നുണ്ട്. അവരോട് ചോദിക്കുന്നുണ്ട് നമുക്ക് പോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ മറ്റൊരു വിഷയം, പലപ്പോഴും ചില കമ്പനികളൊക്കെ തന്നെ ഈ ഒരു മാസം നാട്ടിൽ ലീവിന് പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. കാരണം സ്വാഭാവികമായിട്ട് തിരിച്ചു വരുന്നതിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ എന്നുള്ളൊരു സംശയം കൊണ്ട് അത് അത്തരത്തിൽ ലീവ് അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. എന്നാലും ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ടേം കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയിട്ടുള്ള വൻപിച്ച വികസന പ്രവർത്തനങ്ങൾ, അതായത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൊരു ഗവൺമെൻറ്റിനെ 3ാം തവണയും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഓർമ്മ എന്ന നിലയിൽ നമ്മളതിൻ്റെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യും എന്നാണ് നമ്മൾ കരുതുന്നത്. കാലാകാലങ്ങളായുള്ള ആവശ്യമാണ് പ്രവാസികൾക്കുള്ള വോട്ടവകാശം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് പ്രവാസികൾ. എന്നാൽ അവരുടെ വോട്ടവകാശത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരു പാർട്ടിയും ഒരു പരിധിക്കപ്പുറത്തേക്ക് കടക്കാറില്ല. പലതവണ വെളിച്ചം കണ്ട ബില്ലുകളും നിവേദനങ്ങളുമൊക്കെ ഇപ്പോഴേതോ ഇരുട്ടുമുറിയിലാണ്. ഡിജിറ്റൽ ഇന്ത്യയിൽ ഇപ്പോഴും ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. വിവിധ പാർട്ടികളോട് ഉത്തരം തേടിയാൽ നേരത്തെ തയ്യാറാക്കി വെച്ച മറുപടികളുണ്ടാകും. പ്രവാസികൾക്കുള്ള വോട്ടവകാശം നിഷേധിക്കപ്പെടാനാകാത്ത ഒന്നാണ്. പ്രധാന വിഷയങ്ങൾ ഒന്ന്, ഞങ്ങൾ ഇപ്പോഴും എന്നും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് പ്രവാസി വോട്ട്. പ്രവാസി വോട്ടെന്ന് പറയുന്നത് എല്ലാ പ്രവാസികളുടെയും ആഗ്രഹങ്ങളാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു വിഷയം ഇല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പ്രാവശ്യം എന്ത് വന്നാലും നാട്ടിൽ പോകാൻ നിന്നൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഒന്നാമതായിട്ട് അവർക്കിനി വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് നിർബന്ധമായിട്ട് നമ്മളിവിടുത്തെ 90% UDF പ്രവർത്തകർ ഇപ്രാവശ്യം ഓൺലൈൻ വഴി അത് ഓൺലൈൻ ചെയ്ത് ഇവിടെ കിടക്കുന്ന ലക്ഷക്കണക്കിന് പേർക്ക് ഓൺലൈനിൽ കൂടി വോട്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്യാൻ കഴിയും ഈ ആധുനിക യുഗത്തിൽ എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത്, എവിടെ നിന്നാണ് ഇടങ്കോലിടുന്നതെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നുള്ളത്. അത് SIRമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും പ്രവാസികൾക്ക് അത് പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുൻകാലങ്ങളിൽ SIR സംവിധാനം വരുന്നതിന് മുൻപ് നമ്മൾ ഇവിടുന്ന് തന്നെ ഓൺലൈൻ വഴി വോട്ട് ചേർക്കുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ വിളിച്ചിട്ടുള്ള പ്രവാസി സംഘടനകളുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യോഗത്തിൽ തന്നെ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ചില ഇളവുകൾ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കേഷനും അതിൻ്റെ നോംസ് അനുസരിച്ചിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാത്തവർക്ക് വോട്ടിൽ പേര് ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2020 പ്രഖ്യാപിച്ച 2 സിനിമാ താരങ്ങൾ, 2 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് അറിയുന്നത് വോട്ടില്ല എന്നുള്ള സ്ഥിതി.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വോട്ടുകൾ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും പുതിയ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. നോർക്കയുടെ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ വ്യത്യാസമനുസരിച്ച് അഭിപ്രായം മാറും. ചർച്ചയാകുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: നോർക്കയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് അടിത്തട്ടിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സർഫേസിൽ കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ കാണാനുണ്ട്, പക്ഷെ അടിത്തട്ടിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പ്രവാസികളുമായിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ലോട്ടറി തന്നെയാണ് ഈ ഗവൺമെൻറ്. കാരണം അത് പറയാൻ കാരണം നമുക്കറിയാം, നോർക്ക കെയർ ആദ്യഘട്ടം വന്നപ്പോൾ അതിൻ്റെ ഒരു അനുഭവസ്ഥൻ കൂടിയാണ് ഞാൻ. കാരണം ഞാൻ 9,800 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നോർക്ക കെയർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് IP ഇൻപേഷ്യൻ്റ് സംവിധാനം, നമുക്ക് എക്സിസ്റ്റിംഗ് ഡിസീസ് അടക്കം മറ്റ് എല്ലാ ഇൻഷുറൻസിനും കാലാവധിയുണ്ട്. 6 മാസം കഴിഞ്ഞ് ഒരു രോഗമുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് കിട്ടുക. മറിച്ച് ഇതിന് ഈ നോർക്ക കെയർ എന്നുള്ള ആ കാർഡിലൂടെ ഇൻഷുറൻസ് സംരക്ഷണത്തിലൂടെ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും, ഭാര്യ, മക്കൾ എന്നിവർക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റുള്ള സംവിധാനം 5 ലക്ഷം രൂപയുള്ള ഒരു ഇൻഷുറൻസ് നടപ്പിലാക്കി എന്നുള്ളത് ഏറ്റവും വലിയൊരു സംഭവമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൻഷൻ നമുക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ പെൻഷനിലേക്ക് ആളുകൾ കൂടുതൽ എത്തിച്ചേരാനും നോർക്ക കാർഡ് എടുത്തുകൊണ്ട് നോർക്കയുടെ സംവിധാനങ്ങൾ, അതുപോലെ നോർക്കയുടെ ജോബ് പോർട്ടൽ, മറ്റ് വിവിധ സഹായങ്ങൾ, ഒട്ടനവധി സഹായങ്ങളുണ്ട്. ഇനി അതിലൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഇപ്പം വന്ന നോർക്ക കെയർ പ്ലസ് ആണ്. കാരണം നമ്മുടെ കഴിഞ്ഞ ലോക കേരള സഭയിൽ നമ്മൾ ഉന്നയിച്ചൊരാവശ്യമായിരുന്നു, പ്രവാസികളുടെ മാതാപിതാക്കളെ കൂടെ ഈ ഇൻഷുറൻസിൻ്റെ ഭാഗമാക്കണം എന്ന തരത്തിൽ. ഇപ്പോൾ അത് നമ്മൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ശ്രീരാമകൃഷ്ണൻ, നോർക്കയുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീരാമകൃഷ്ണൻ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. കുഞ്ഞു കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലാകുന്നത് പ്രവാസികളാണ്. മരുഭൂമിയിൽ മരുപ്പച്ച തേടിയിറങ്ങി കേരളത്തിൻ്റെ വികസനത്തിന് വിത്തിട്ടവർ, പിന്നീട് അങ്ങോട്ടുള്ള വളർച്ചയ്ക്ക് മണ്ണും വെളിച്ചവുമേകിയവർ. വോട്ടിനായി പ്രവാസികൾ വർഷങ്ങളായി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് എല്ലാ പാർട്ടികളും ഐക്യപ്പെടേണ്ടതുണ്ട്. ജനാധിപത്യത്തിലെ മഹോത്സവമായ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാൻ അവർക്കും തുല്യ അവകാശമുണ്ട്. ഗൾഫ് മേഖലയെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണം 4ാം വാരത്തിലേക്ക് കടക്കുകയാണ്. ഊർജ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും കേന്ദ്രീകരിച്ചാണ് നിലവിൽ ആക്രമണം നടക്കുന്നത്. ഈ ആക്രമണങ്ങളെയൊക്കെ ഫലപ്രദമായി ചെറുക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് കഴിയുന്നുണ്ട്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും വ്യാജ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും നിരവധി പേരാണ് ദിനം പ്രതി അറസ്റ്റിലാകുന്നത്. ഗൾഫ് മേഖലയിലെ ഇറാന്റെ ആക്രമണം ഒരയവുമില്ലാതെ തുടരുകയാണ്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ അശാന്തി പടർത്താൻ തുടങ്ങിയിട്ട് 21 ദിവസമായി. അമേരിക്കയുടെ താവളങ്ങളിലേക്കെന്ന നിലയ്ക്കാണ് ആക്രമണം ആരംഭിച്ചത്. പിന്നീട് സുപ്രധാന ഓഫീസുകളിലേക്ക് ഈ ആക്രമണം മാറി. അടുത്ത ഘട്ടം എയർപോർട്ടുകളും തുറമുഖങ്ങളും. ഇപ്പോഴിതാ എണ്ണപ്പാടങ്ങളും ഊർജ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇറാൻ ആക്രമണം തൊടുക്കുന്നത്. നാളിതുവരെ ആക്രമണങ്ങളെ ഭംഗിയായി ചെറുത്തു തോൽപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ആകമാനം കഴിഞ്ഞു. ജനജീവിതം സ്തംഭിക്കാതെ മുന്നോട്ടു പോകുന്നതിലും വിജയിച്ചു. എന്നാൽ ആക്രമണം ഇനിയും കൂടുതൽ നാൾ നീണ്ടുനിന്നാൽ എന്താകും സംഭവിക്കുകയെന്ന ആശങ്ക ലോകത്തിനാകമാനമുണ്ട്. $338 ബലിസ്റ്റിക് മിസൈലുകളും 1740 ഡ്രോണുകളുമാണ് UAE ഇന്നുവരെ ചെറുത്തിട്ടത്. 15 ക്രൂയിസ് മിസൈലുകളും തകർത്തു. UAEയിൽ ആകെ കൊല്ലപ്പെട്ടത് 8 പേരാണ്. 2 സായുധ സേനാംഗങ്ങളും 6 പ്രവാസികളും. പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാലസ്തീൻ എന്നീ സ്വദേശികളാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യക്കാരുൾപ്പെടെ 158 പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായ ആക്രമണങ്ങൾ ദുബായ് എയർപോർട്ടിന് സമീപമുണ്ടായി. എയർപോർട്ടിലെ എണ്ണ ടാങ്കറിന് തീപിടിച്ചു.
ഒരു വേള താൽക്കാലികമായി ദുബായ് എയർപോർട്ട് അടച്ചിടേണ്ടി വന്നു. അബുദാബിയിലെ ജനവാസ മേഖലയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചത് ആശങ്കയുണ്ടാക്കി. ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിൽ ഇക്കഴിഞ്ഞ ആഴ്ച 2 തവണയാണ് ആക്രമണമുണ്ടായത്. തീപിടുത്തമുണ്ടാക്കിയ ആശങ്ക ചെറുതായിരുന്നില്ല. വ്യാജ സന്ദേശങ്ങളും ദൃശ്യങ്ങളും പ്രചരിപ്പിച്ച 50-ലധികം പേർ അറസ്റ്റിലായി. ഇതിൽ പകുതിയോളം പേർ ഇന്ത്യക്കാരാണ്. നിക്ഷേപം പിൻവലിക്കാൻ UAE നിയന്ത്രണം ഏർപ്പെടുത്തിയതുൾപ്പെടെയുള്ള വ്യാജ വാർത്തകൾ പ്രചരിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പേരിൽ പോലും വ്യാജ മെസ്സേജുകൾ കറങ്ങി നടക്കുന്നുണ്ട്. UAEയിൽ ഏപ്രിൽ 2-ാം വാരം വരെ ഓൺലൈൻ ക്ലാസുകൾ തുടരും. സ്പ്രിംഗ് അവധിക്ക് ശേഷവും 2 ആഴ്ച കൂടി ഓൺലൈൻ ക്ലാസ് തുടരാനാണ് തീരുമാനം. നഴ്സറി മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉത്തരവ് ബാധകമാകും. ോളം ഡ്രോണുകളും 36 മിസൈലുകളുമാണ് സൗദി അറേബ്യ ഇതുവരെ നേരിട്ടത്. സൗദി അറേബ്യയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. യാംബു തുറമുഖത്ത് സ്ഥിതി ചെയ്യുന്ന സാംബ്രഫ് എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. സൗത്ത് പാർട്സ് ഗ്യാസ് ഫീൽഡ് ഉൾപ്പെടെയുള്ള ഇറാന്റെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള US ഇസ്രായേൽ ആക്രമണങ്ങളുടെ പ്രത്യാക്രമണമായിരുന്നു ഇത്. അരാംകോ എക്സോൺ റിഫൈനറിക്ക് നേരെയും തുടർച്ചയായ ആക്രമണമുണ്ടായി. കുവൈറ്റിലും ബഹ്റൈനിലും ഖത്തറിലുമൊക്കെ സമാനമായ ആക്രമണമുണ്ടായി. കുവൈറ്റ് പെട്രോൾ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള മിന അൽ അഹമ്മദി, മിന അബ്ദുള്ള റിഫൈനറിക്ക് നേരെ സാരമായ ആക്രമണമാണ് ഉണ്ടായത്. ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും ഈ റിഫൈനറികളുടെയൊക്കെ പ്രവർത്തനം താറുമാറായി. ഖത്തറിലെ റാസ് ലഫൈൻ എണ്ണ കേന്ദ്രത്തിലെ ആക്രമണത്തിൽ വലിയ തീപിടുത്തമുണ്ടായിരുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ LNG പ്രോസസ്സിംഗ് ഓപ്പറേഷൻ നടക്കുന്നത് ഇവിടെയാണ്. UAEയിലെ ബാബ് ഓയിൽ, ഹബ്ഷാൻ വാതക കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണമുണ്ടായിരുന്നു. അതിനിടെ ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ UAE രംഗത്തെത്തി. ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് UAE ഓർമ്മപ്പെടുത്തി. മേഖലയിലെ സമാധാനം തകർക്കുന്ന രീതിയിൽ സായുധ സംഘങ്ങൾക്ക് ആയുധവും ഫണ്ടും നൽകുന്നത് ഇറാൻ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് 12 ഗൾഫ്, അറബ്, ഇസ്ലാമിക് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. റിഫൈനറികൾക്കും എണ്ണപ്പാടങ്ങൾക്കും നേരെ ആക്രമണം നടത്തിയാൽ അത് ആഗോള ഇന്ധന വിപണിയെ ബാധിക്കുമെന്നും ഇതിന് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകി. ഊർജ കേന്ദ്രങ്ങളെയും എണ്ണപ്പാടങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണം ലോകത്തിന് വലിയ ഭീഷണിയാണ്. അറേബ്യ ദിസ് വീക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.